നമസ്കാരം. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത മലയാളത്തിൽ നിന്നല്ലാതെ വന്ന ചില OTT ചിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി തിയേറ്റർ റിലീസായി വന്ന ചിത്രങ്ങൾ കൂടെയായിരുന്നു. ഇതിൽ ആദ്യം പറയുന്ന ചിത്രം ശ്രീനിവാസ് ഓംകാർ സംവിധാനം ചെയ്ത് ഹൻസിക, പ്രേമ, മുരളി ശർമ്മ, പൂജ രാമേന്ദ്രൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ മൈ നെയിം ഈസ് ശ്രുതി. ചിത്രം ആഹാ തമിഴിലാണ് ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. റാക്കറ്റുകളൊക്കെ ബന്ധപ്പെടുത്തി പല ത്രില്ലർ സിനിമകൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിലേക്കുള്ള ഒരു പുതിയ അഡീഷനായിട്ട് നമുക്ക് ഈ സിനിമയെ കണക്കാക്കാം. സ്ലോ പേസിൽ തുടങ്ങി പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ത്രില്ലർ ചിത്രങ്ങളൊക്കെ കണ്ട് പരിചയമുണ്ട് എങ്കിൽ ഈ ചിത്രത്തിന് കാര്യമായി ത്രില്ലടിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. സ്കിൻ മാഫിയാണ് ഇതിൽ എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഓവറോൾ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് വളരെ മോശം ചിത്രം എന്ന അഭിപ്രായവുമില്ല. സമയവും സാഹചര്യവും ധാരാളമുണ്ട് എങ്കിൽ വേണമെങ്കിൽ പരിഗണിക്കാമെന്ന് മാത്രം. വെന്നല കിഷോർ ടൈറ്റിൽ വേഷത്തിലെത്തിയ ചാരി 111 തെലുഗുവിൽ വന്ന ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് സ്ട്രീം ചെയ്യുന്നത്. TG കീർത്തികുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുരളി ശർമ്മ, സംയുക്ത, ബ്രഹ്മാജി തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സീക്രട്ട് സർവീസ് ഏജന്റായ ചാരിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. ആള് പലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മണ്ടത്തരമായിരിക്കും കാണിക്കുക എന്നുകൂടെ പറയേണ്ടി വരും. ചിലപ്പോൾ ശിക്കാരി ശംഭു ലൈനിൽ എന്നുകൂടെ പറയാം. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കഥ പോകുന്നത്. ഒരു സൈഡിൽ വളരെ സീരിയസ് ആയി ഒരു മിഷനുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ലീഡ് ചെയ്യുന്ന നായക കഥാപാത്രം കാണിക്കുന്നത് മണ്ടത്തരങ്ങളും കോമഡിയും ട്വിസ്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ചിലയിടങ്ങളിൽ കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു എന്നത് മെച്ചമാണ്. പക്ഷേ കൂടുതലും ചീറ്റിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഒരു പ്രശ്നമായി തോന്നിയത് ഇത്തരം ചിത്രങ്ങൾ വരുമ്പോൾ പഴയ ടെംപ്ലേറ്റിൽ തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാലത്തിനനുസരിച്ച് ഇത്തരം കഥ പറച്ചിലുകളിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രം കൂടെയാണ് ചാരി 111. വെണ്ണല കിഷോർ അത്യാവശ്യം വെടിപ്പായി തന്നെ ചെയ്തിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസായി വന്നിരുന്ന ജോഷുവ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോഷുവ, കുന്തവി എന്നിവരാണ് നായകനും നായികയും. അവർ കണ്ടുമുട്ടുന്നു, പ്രണയത്തിലാവുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നു. അതിന് നായകൻ്റെ തൊഴിലാണ് കാരണമായി വരുന്നത്. അയാളൊരു കോൺട്രാക്ട് കില്ലറാണ്. നായിക പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ആ എപ്പിസോഡ് അവിടെ അവസാനിച്ചു എന്ന് കരുതുമ്പോഴേക്കും വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുന്നു. അപ്പോഴേക്കും സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ കുന്തവിയുടെ രക്ഷയ്ക്ക് നായകൻ വേണം എന്ന അവസ്ഥയും തുടർ സംഭവങ്ങളൊക്കെയാണ് ചിത്രം പറയുന്നത്. ഒരു ഗ്രാൻഡ് ഫീലിൽ സിനിമയെ അവതരിപ്പിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് പറയാം. ആക്ഷൻ രംഗങ്ങളിൽ ചിലത് കൊള്ളാമെന്ന് തോന്നി. അതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും തന്നെ ജോഷുവ എന്ന ചിത്രം സമ്മാനിക്കുന്നില്ല. ആവറേജിലും താഴെ നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. മിക്ക കാര്യങ്ങളും പ്രെഡിക്റ്റബിൾ ആണ്. പ്രധാന സംഭവങ്ങൾ പലതും ഒരു ലോജിക്കും ഇല്ലാതെയാണ് കൊണ്ടുവരുന്നത്. അവസാനത്തെ ട്വിസ്റ്റൊക്കെ ആകുമ്പോഴേക്കും പ്രതീക്ഷ വഴി തന്നെയാണല്ലോ എന്നുകൂടെ സമാധാനിക്കാം. പ്രകടനം നോക്കിയാലും ഇംപ്രസീവായി ഒന്നും അനുഭവപ്പെട്ടില്ല. ഡെന്നിസ് മഞ്ജുനാഥ് സംവിധാനം ചെയ്ത് തമിഴിൽ നിന്ന് വന്ന തൂക്കുദൂരി ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് തമിഴിൽ കുറച്ചേറെ ഹൊറർ കോമഡി ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിലത് നല്ല രസമുണ്ടായിരുന്നു. തൂക്കുദൂരി എന്ന ചിത്രം തുടങ്ങുന്നത് ഒരു പ്രതീക്ഷ നൽകിയായിരുന്നു. 3 പേരുടെ ഒരു ഗ്യാങ് അവർ ഒരു ഗ്രാമത്തിലെ കിരീടം മോഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നു. അവിടെ എത്തുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് പ്രമേയമായിട്ട് വരുന്നതും. അപ്പോൾ സിറ്റുവേഷൻ കോമഡിയൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇരുന്നാലും ഇവർ ഈ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ ഗ്രാഫ് നേരെ താഴേക്കാണ്. അതായത് ഒരു പശ്ചാത്തലമുണ്ട്, കഥ നമുക്ക് ഷൂട്ടിംഗ് സമയത്ത് എഴുതാം എന്ന് വിചാരിച്ച പോലെ തോന്നി സിനിമ കണ്ടപ്പം. അത്രയും മോശം കഥയായിട്ടാണ് അനുഭവപ്പെട്ടത്. യോഗി ബാബു ഒക്കെ വന്ന് കോമഡി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടെയാണ്. മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് തൂക്കുദൂരി. രമേശ് വെങ്കന്റെ സംവിധാനത്തിൽ മറ്റൊരു ഹൊറർ കോമഡി ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് മുന്നേ തന്നെ വന്നിട്ടുള്ളായിരുന്നു. ഓടവും മുടിയാതെ ഒളിയവും മുടിയാതെ. എത്ര അർത്ഥവത്തായ പേരാണല്ലേ. സിനിമയിലും കുറച്ച് പേര് തിയേറ്ററിനകത്ത് പെട്ടുപോകുന്നതും അവിടെ ചില ഹൊറർ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതുമാണ്. 2-3 സ്ഥലങ്ങളിൽ ചെറിയ ചിരി സമ്മാനിച്ച, മറ്റ് സമയത്തൊക്കെ കട്ടക്ക് വെറുപ്പിച്ച ഒരു സിനിമ. വെറുപ്പിക്കാൻ എല്ലാവരോടും വാശിക്ക് ചെയ്യാൻ സംവിധായകൻ പറഞ്ഞിരുന്നോ എന്ന സംശയം കൂടെ ബാക്കിയാവുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിനിമയുടെ പേര് തന്നെ എത്ര അർത്ഥവത്താണെന്ന്. വെങ്കി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് തമിഴിൽ നിന്നും വന്ന വിതയ്ക്കാരൻ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. സതീഷ് നായകനായ ചിത്രത്തിൽ സിമ്രാൻ ഗുപ്ത, ആനന്ദരാജ്, മധുസൂദൻ റാവു തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. ഒരു മജീഷ്യൻ മോഷ്ടാവുന്നതും അങ്ങനെ മറ്റൊരു ടീമിൻ്റെ കൂടെ ചേർന്ന് വലിയൊരു മോഷണം പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് നായകൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ. ഇതാണ് വിതയ്ക്കാരൻ നേതൃത്വത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് കാസ്റ്റിൻ്റെ ഒക്കെ മികവ് കൊണ്ട് കുറച്ച് കോമഡികളൊക്കെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. ത്രില്ലിംഗ് എലമെൻറ്റ്സ് എന്നത് ഉണ്ട് എങ്കിലും എവിടെയും കാര്യമായൊരു ത്രിൽ സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല. അത് മേക്കിങ്ങിൻ്റെ പോരായ്മയായിട്ട് തന്നെ തോന്നി. കഥയെ ഫോക്കസ് ചെയ്ത് തന്നെ പോകുന്നു എന്നത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആവറേജിലും താഴെ നിൽക്കുന്ന ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം. ഇത്രയും നേരത്തെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എന്താണോ വിഷു കഴിഞ്ഞ് 4-5 ദിവസം ആയില്ലേ, ഇപ്പോഴും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. എന്തായാലും ഒരു സിനിമയുടെ കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നിർത്താം. ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്ന ഹിന്ദി ചിത്രം ദേവാശിഷ് മക്കീച്ച തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മനോജ് ബാജ്പേയി, മുഹമ്മദ് ശീഷൻ അയ്യൂബ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ജ്വരം.
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗംഭീര സിനിമ, കാണേണ്ടുന്ന സിനിമ. 3 മാസം പ്രായമായ തൻ്റെ കുട്ടിയെയും കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളും അധികാരം അയാളെ എങ്ങനെയായാലും പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്. ഗംഭീര പ്രകടനങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന വിഷയത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടും കണ്ടില്ലെങ്കിൽ കാണേണ്ടുന്ന ചിത്രം എന്ന് തന്നെ പറയാം. ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കൂ. കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ടേക്ക് കെയർ, ബൈ ബൈ.